അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന്. ഈ ദൈവത്തിന്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരാരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ആ വെയിറ്റിംഗ് പീരീഡ് ഒരു വേസ്റ്റിംഗ് ടൈം അല്ല. ബൈബിൾ പറയുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയെ കാത്തിരിക്കുന്നവൻ ടയർഡ് ആകുകയല്ല, യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവൻ കഴുകനെ പോലെ ചിറകടിച്ചു കയറും. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം, ഒരു നന്മ, ഒരു വിടുതൽ, ഒരു സൗഖ്യം, ഒരു വഴി തുറക്കപ്പെടേണ്ടതിന് നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ കാത്തിരിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. കനാവിലെ കല്യാണ വീട്ടിൽ യേശു നിൽക്കുമ്പോൾ യേശുവിന്റെ അമ്മയായ മറിയം യേശു കർത്താവിനോട് പറയുകയാണ്, മകനെ വീഞ്ഞു തീർന്നുപോയി, നീ അവിടുന്ന് പ്രവർത്തിക്കണം. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലാണ് പുതിയ നിയമഭാഗത്തിൽ ആദ്യമായി ദൈവത്തിന്റെ സമയം ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത്. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു ടൈം ഉണ്ടെന്ന് ദൈവം തന്നെ നേരിട്ട് പറയുകയാണ്. സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്, എനിക്ക് പ്രവർത്തിക്കാൻ എനിക്ക് എന്റേതായ ഒരു ടൈം ഉണ്ടെന്ന്. ആ ടൈം വരുമ്പോ എനിക്ക് ആരുടെ സപ്പോർട്ട് വേണ്ട, പച്ചവെള്ളം വീഞ്ഞായിരിക്കും. ആ ടൈം വരുമ്പോൾ നീ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കും. സാഹചര്യങ്ങൾ മാറിയിരിക്കും, അനുഭവങ്ങളിൽ വ്യത്യാസം വന്നിരിക്കും, വഴികൾ തുറന്നു.